ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. രണ്ട് വാക്കുകൾ ഇവിടെ പറയുക: സ്നാനമേൽക്കുക, സ്നാനമെടുക്കുക എന്നൊക്കെ. ഈ ഏൽക്കുന്നതും എടുക്കുന്നതും രണ്ട് കാര്യമാണ്. നമ്മളിവിടെ പരിശുദ്ധാത്മാവ് എപ്പോൾ കിട്ടുന്നു എന്നിത് പഠിച്ചാൽ, ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ കിട്ടുമെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എടുക്കുമ്പോൾ കിട്ടും എന്നല്ല എഴുതിയേക്കുന്നത്, ഏൽക്കുമ്പോൾ കിട്ടും എന്നാണ് എഴുതിയേക്കുന്നത്. എപ്പോൾ ഏൽക്കും എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ഇത് ഏൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, മാനസാന്തരപ്പെടുന്നവനാണ് സ്നാനം ഏൽക്കുന്നത്. മാനസാന്തരപ്പെടാത്തവൻ സ്നാനം എടുക്കും. അതായത് സ്നാനം എടുക്കുന്നവന് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല, സ്നാനം ഏൽക്കുന്നവനാണ് മാനസാന്തരത്തിൻ്റെ ആവശ്യം. ഇന്നത്തെ സഭകളിൽ സ്നാനം എടുക്കുന്നവരാ കൂടുതലും, അല്ലാതെ ഏൽക്കുന്നവരല്ല. സ്നാനം എടുക്കുന്നവരാ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവും ഇല്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരേണ്ടതായ ഒരു മാനസാന്തരം ഇല്ല. നമ്മുടെ സഭകളിലൊക്കെ ഈ രണ്ടാം തലമുറ ആളുകളിൽ, വ്യക്തികളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാത്തതിൻ്റെ കാരണം ഈ സ്നാനം എടുക്കുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മാനസാന്തരം ഇല്ലാതെ സ്നാനപ്പെടുന്നതുകൊണ്ടാണ്. ഞാനൊരു സീനിയർ ദൈവദാസനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഒന്നാം തലമുറ ദൈവത്തെ അനുഭവിച്ചു, രണ്ടാം തലമുറ ഈ അനുഭവിച്ചവരെ അനുകരിച്ചു, മൂന്നാം തലമുറ ഇത് അഭിനയിച്ചു. അതുകൊണ്ട് ഒന്നാം തലമുറ അനുഭവിച്ചു, രണ്ടാം തലമുറ അനുകരിച്ചു, മൂന്നാം തലമുറ അഭിനയിച്ചു. അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കോ, ഈ കൺവെൻഷനൊക്കെ നടക്കുന്ന സ്ഥലത്തെ പാട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ പാട്ടുകാർ പാട്ടിൻ്റെ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഭയങ്കര അന്യഭാഷയൊക്കെ തസ്കര കിസ്കര ഭാസ്കര എന്നൊക്കെ പറയും. ഈ പാട്ട് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ ഇവന്മാർ അങ്ങോട്ട് മാറിയിരുന്ന് താഴെ ഇരുന്ന് മൊബൈൽ കളിയും തമാശയും പെമ്പിള്ളേരുടെ തോളെ കൈയിടിയിലും. ഇവന്മാർ ലോകത്തിൽ ഗാനമേളയ്ക്ക് വന്ന പാട്ടുകാരാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. ഇനിയല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇനി നമ്മൾ ഈ പാടാൻ വരുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചോ. ഈ പാട്ടുകാർ കൺവെൻഷന് പാട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നത് പാടാൻ വേണ്ടിയാണ്. അവരൊരു ബാഗുമൊക്കെ തോളയിലിട്ടൊരു മൊബൈലും ഒക്കെ വെച്ച് മുടിയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് അവരിങ്ങോട്ട് വന്ന് സ്റ്റേജിൽ കയറി രണ്ട് പാട്ട് പാടി, അവരുടെ പാട്ട് കഴിഞ്ഞു, ചില്ലറ മേടിച്ചു, അവർ പോയി. അവർക്ക് ദൈവവചനവും കേൾക്കണ്ട, അവർക്ക് പ്രാർത്ഥനയും വേണ്ട, അവർക്ക് ഈ പരിപാടി എന്നാന്നറിയേ പോലും വേണ്ട, അവർക്ക് ഈ കാര്യം കഴിഞ്ഞാൽ മതി. പിന്നെ കീബോർഡുകാരൻ ഗതികേട് കൊണ്ട് അവിടെ നിൽക്കുന്ന, തീർന്നാലല്ലേ കീബോർഡുകാരൻ്റെ പൈസ കിട്ടുള്ളൂ. ഇതാണ് ഈ പറ്റിപ്പോകുന്നത്. ഒന്നാം തലമുറ അനുഭവിച്ചു ദൈവത്തെ. ഞാനതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വിശ്വാസികളൊക്കെ, നമ്മുടെ മക്കളൊക്കെ ഒന്നാം തലമുറയായിട്ട് വരട്ടെ. രണ്ടാം തലമുറ ഇത് അഭിനയിച്ചു, കാരണവന്മാർ കാണിച്ചത് മക്കൾ അഭിനയിച്ചു, അല്ലെ അനുകരിച്ചു. മൂന്നാം തലമുറ വന്നപ്പോഴത്തേനും ഇത് ഭയങ്കര അഭിനയമായി മാറി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് സഭകളിൽ ഇല്ലാത്തതിൻ്റെ ഒരു കാരണം ഈ സ്നാനം എടുക്കുന്നതാണ്. സ്നാനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിന് തനി വാക്ക് മോഷണമെന്നേ പറയാൻ പറ്റുള്ളൂ. എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വഴിയാ പോകുമ്പോൾ ഒരു മാങ്ങ അവിടെ കിടന്നു, അല്ലെ ഒരു തേങ്ങ അവിടെ കിടന്നു, നമ്മുടേതല്ല. നമ്മളത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബലമായിട്ട് ഇനി എടുക്കുക എന്നതിനർത്ഥം. എന്നാൽ വേറൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു, നമുക്കതിന് ആ പെൺകുട്ടിയോട് താല്പര്യം തോന്നി, വിവാഹം കഴിക്കാത്തൊരു യുവാവാണെങ്കിൽ ആ യുവാവ് എന്നതിൻ്റെ മാതാപിതാക്കളോട് ചോദിച്ച് എനിക്ക് ഈ പെൺകുട്ടിയെ കെട്ടിച്ചു തരാമോ? അവരത് യോഗ്യമായിട്ട് കെട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ ഇവൻ അതിനെ ഏൽക്കുകയാണ്. കാരണം ഇവൻ അതിനെ സൂക്ഷിക്കണം. വീട്ടുകാർ പറ്റുകയെന്ന് പറഞ്ഞ് ഇവൻ കലിപ്പ് മൂത്ത് ഇവളെ ഒരു ദിവസം ചെന്ന് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എടുക്കുക എന്നാണ്. ഇതുപോലെ തന്നെയാണ് ഈ സ്നാനം എടുക്കുന്നവൻ കള്ളനാണ്. അവനിത് സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ മാനസാന്തരം ഇല്ലാതെ എടുത്തതാണ്. അവൻ എടുക്കാനുള്ള കാരണം ഒന്ന് പ്രായമായി, രണ്ട് സഭയിലെ കർത്തൃമേശ വരുമ്പോൾ കിട്ടുകയില്ല, മൂന്ന് കാണുന്നവർ ചോദിച്ചു സ്നാനം എടുത്തോടെ. അപ്പോൾ ഈ സ്നാനം എടുത്തോ എന്നുള്ള ചോദ്യമല്ല ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി അവൻ വിചാരിച്ചു ഒന്ന് മുങ്ങിയേക്കാം. അപ്പോൾ മുങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാനസാന്തരത്തിൻ്റെ ആവശ്യമേയില്ല. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ മാതാപിതാക്കളുടെ സ്വത്ത് മക്കൾ എടുക്കുകയല്ല ചെയ്യണ്ടേ, മാതാപിതാക്കൾ ഏൽപ്പിക്കുകയാണ് ചെയ്യണ്ടേ. എന്നു വെച്ചാൽ ഏൽപ്പിക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ഏൽക്കുന്നതിനകത്തെ ഒരു അനുഗ്രഹം ഉള്ളൂ, എടുക്കുന്നതിനകത്തൊരു അനുഗ്രഹമില്ല. അവർ മനസ്സറിഞ്ഞ് കൊടുത്തില്ലേ, അതുകൊണ്ട് ഒരു ഗുണം വരാൻ പോകുന്നില്ല.
ഈ ഏൽക്കുന്നത് സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ അവനുണ്ട്. ഒരു മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് അവരുടെ പെൺകുട്ടിയെ വിവാഹത്തിലൂടെ ഏറ്റോണ്ട് വരുന്നവൻ അവൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഈ പെൺകുട്ടിയെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവനുണ്ട്. ഇതുപോലെ തന്നെയാണ് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ പരിശുദ്ധാത്മാവിനെ കിട്ടും. ഈ പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവനുണ്ട്. സ്നാനമേൽക്കുന്നവൻ ഇത് സൂക്ഷിക്കും, കാരണം അവൻ മാനസാന്തരപ്പെട്ടവനാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതിന് ചില പടിക്കെട്ടുകളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥയില്ലാത്ത ഒരുത്തൻ്റെ മേൽ, മൂടിച്ചോടും ഇല്ലാത്തവൻ്റെ മേലൊന്നും പരിശുദ്ധാത്മാവ് വരികയില്ല. അതൊക്കെ ചുമ്മാ ഒരു 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 കോലം മാത്രമാണേ ഉള്ളൂ, ഒരു അഭിനയം മാത്രമാണേ ഉള്ളൂ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഹെബ്രായ ലേഖനം 6:1. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. 6 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അവിടെ പറയുന്നത് മാനസാന്തരമാണ്. നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത പ്രവൃത്തി. ജീവനില്ലാത്ത പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. ഇന്ന് പലരും നിൽക്കുന്നത് വചനത്തിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ ഒന്നുമല്ല. ചിലർ നിൽക്കുന്നത് ജനിച്ച് വന്ന മതത്തിലായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ നിൽക്കുന്നത് ഈ സംഘടനയ്ക്കകത്ത് തുടർന്ന് പോയില്ലേ കല്യാണം അടക്കം കിട്ടുകയില്ല, അത് പിന്നെ ഒരു വലിയ പ്രശ്നമാകും, വേറെ നമ്മളായിട്ട് ഇനി വേറെ വള്ളിയൊന്നും ഉണ്ടാക്കരുത്, അടുത്താണ് അടുത്ത ചിന്ത. ചിലർ നിൽക്കുന്നത് പാസ്റ്ററുടെ ഗുണ്ടയായിട്ടാണ്. അത് ആണുങ്ങൾ ഗുണ്ടയുണ്ട്, പെണ്ണുങ്ങൾ ലേഡി ഗുണ്ടയുണ്ട്, ഇങ്ങനെയുള്ളവരുണ്ട്. ചിലർ പാസ്റ്ററുടെ മൂക്കയിൽ ഇങ്ങനെ കയറിട്ടിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നവരുണ്ട്. മൂക്കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്പാടും പൈസയൊക്കെയാണ്. ചാപ്പാട്, പൈസ, ഇടയ്ക്ക് ഇച്ചിരി ഡ്രസ്സും ഒക്കെ മേടിച്ച് കൊടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മൂക്കയർ അവരിലിരിക്കും. അവർ വലിക്കുന്നിടത്തൂടെ ഇങ്ങനെ മൂക്കയറുള്ള പശുവിനെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ ചെയ്യാൻ പറ്റും? അവർക്കെതിരെ ഒന്നും പറയാനും പറ്റിയല്ല. ഇതെല്ലാം ശുശ്രൂഷകളുടെയൊക്കെ ഫലം ഒന്ന് നോക്കിയാൽ മതി. ഇനി എന്താണ് നിർജീവ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, ജീവനുള്ള പ്രവൃത്തി എന്താണെന്ന് അറിയാത്ത ഒരുത്തന് നിർജീവ പ്രവൃത്തി എന്താണെന്ന് അറിയാൻ കഴിയില്ല. ജീവനുള്ള പ്രവൃത്തി എന്താണെന്ന് അറിയാത്ത ഒരുവന് നിർജീവ പ്രവൃത്തി അവന് ജീവനുള്ള പ്രവൃത്തിയായിട്ട് തോന്നും. ഇത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കേൾക്കുന്നൊരു ഉടമ്പടി ഉണ്ടല്ലോ, ഈ ഉടമ്പടി നിർജീവ പ്രവൃത്തികളിലൊന്നാണ്. കാരണം 2 രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി വെക്കുകയാണെങ്കിൽ, 2 വ്യക്തികൾ തമ്മിൽ ഉടമ്പടി വെക്കുകയാണെങ്കിൽ, നമ്മൾ അതിൻ്റെ 2 ഇപ്പോൾ സർക്കാരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കണേ പോലും അതിനകത്തൊരു വ്യക്തിയുണ്ട് ഒപ്പിടാൻ. ഗവൺമെൻറ്റിന് വേണ്ടിയാണെങ്കിൽ ഏറ്റവും ഉന്നതമായ ഉടമ്പടികളാണെങ്കിൽ മുഖ്യമന്ത്രി ഒപ്പിടും, അല്ലെങ്കിൽ ഗവർണർ ഒപ്പിടും. ഗവർണർ ഒപ്പിടാതെ ഒന്നും നടക്കുകയില്ല. അല്ലെങ്കിൽ കളക്ടർ ഒപ്പിടും, അല്ലെങ്കിൽ തഹസീൽദാർ ഒപ്പിടും, ഏറ്റവും കുറഞ്ഞത് വില്ലേജ് ഓഫീസറെങ്കിലും ഒപ്പിടും. സർക്കാരിന് വേണ്ടിയാണെങ്കിൽ നമ്മളും ഒപ്പിടേണ്ടി വരും. അതുപോലെ തന്നെ വ്യക്തികൾ തമ്മിലാണ് 2 വ്യക്തികൾ ഒപ്പിടണം. അപ്പം ദൈവവുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ദൈവം ഒപ്പിടുന്നില്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ്, ആ ഉടമ്പടി നിർജീവമാണ്. ദൈവം ഒപ്പിടാത്ത എഗ്രിമെൻ്റ്, ഉടമ്പടി നിർജീവമാണ്. വിവാഹം ഒരു ഉടമ്പടിയാണ്. ഞാൻ തന്നെ നോക്കിയ ഒരു വിവാഹം കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനകത്ത് എതിർലിംഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയും കൂടെ വേണം, ഒരു സ്ത്രീയും കൂടെ വേണം. അത് 2 പേരുടെ സമ്മതം വേണം, 2 പേരും ഒപ്പിടുകയും വേണം. അങ്ങനെ അപ്പോൾ ജീവനുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതാ. ജീവനില്ലാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വൺ സൈഡ് കാണിക്കുന്നതാണ്, വ്യക്തികളില്ലാതെ നമ്മൾ തന്നെ. അതാണ് ഇപ്പോൾ ഈ പല കാര്യങ്ങളും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വിശ്വാസത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നിർജീവ പ്രവൃത്തിയാണെന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളങ്ങ് പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് ഒരു മനുഷ്യൻ പറയും ഇതൊക്കെ അങ്ങ് ചെയ്തോ നല്ലതാന്ന്. പക്ഷേ അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കാൻ ഈ ചെയ്യുന്നവർക്കും അറിയത്തില്ല, പറയുന്നവർക്കും അറിയത്തില്ല. അതിൻ്റെ പുറകിൽ ഒത്തിരി ബന്ധനങ്ങളുണ്ട് താനും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന വിഷയം ഇതാണ്. പരിശുദ്ധാത്മാവ് വന്ന ശേഷം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടക്കുന്ന പണികളാണ് ജീവനുള്ള പണികൾ, അല്ലെങ്കിൽ ജീവനുള്ള പ്രവർത്തികൾ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മൾ സ്നാനം ഏൽക്കണം. സ്നാനം എടുക്കരുത്, സ്നാനം ഏൽക്കണം. ഏൽക്കുന്നതും 2 കാര്യമാണ്. ഏൽക്കുന്നവൻ, മാനസാന്തരപ്പെടുന്നവനെ ഏൽക്കാൻ കഴിയുകയുള്ളൂ. അവൻ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കും. എന്നാൽ ഇന്നത്തെ സഭകളിലൊക്കെ 90% എടുക്കുകയാണ്, കാരണം അവർ മാനസാന്തരപ്പെടുന്നില്ല. മാനസാന്തരപ്പെടാതെ സ്നാനം എടുത്തവനിൽ അത് ശരിക്കും പറഞ്ഞാൽ അവനൊരു മോഷണമാണ് നടത്തിയത്. മാങ്ങ എടുത്തതുപോലെ, തേങ്ങ എടുത്തതുപോലെ, വഴി കിടന്ന നോട്ടെടുത്തതുപോലെ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങ് ബലമായിട്ട് എടുത്തതാണ്.
അവന് പരിശുദ്ധാത്മാവ് വരില്ലെന്ന് മാത്രമല്ല, അവനിൽ വെളുത്തു ദൂതൻ്റെ ഒരു വേഷം വരും. അവൻ തസ്കര കിസ്കര ഭാസ്കര കുസ്കര എന്നൊക്കെ പറയുകയും ചെയ്യും. അത് പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷയൊന്നും അല്ലതാനും. അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലാകുകയില്ല. അവനും ഒരു ഗുണമില്ല. ലാസ്റ്റ് അവൻ വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ സ്നാനം ഏൽക്കുകയായിരുന്നോ നമ്മൾ എടുക്കുകയായിരുന്നോ ചെയ്തതെന്ന്. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് ജീവിതത്തിൽ പിന്തുടർന്ന് പോകുന്ന കാര്യങ്ങളിൽ മാനസാന്തരപ്പെട്ട് അതിൽ നിന്നൊക്കെ ഒരു വിടുതലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നാനം ഏൽക്കുകയായിരുന്നു, എടുക്കുകയല്ലായിരുന്നു. എന്നാൽ സ്നാനം എടുത്തവരാണെങ്കിൽ ഇനിയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്നാനം എടുക്കുകയല്ല, സ്നാനം ഏൽക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്നും അതിന് മാനസാന്തരം വേണമെന്നും അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്നും ഞങ്ങൾ അറിയുന്നു. ആയതിനാൽ കർത്താവേ, ഞങ്ങൾ ഏൽക്കുകയാണോ എടുക്കുകയായിരുന്നോ ചെയ്തതെന്ന് ഞങ്ങൾ യോഗ്യമായി ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏൽക്കുകയല്ലായിരുന്നുവെങ്കിൽ അത് ഏൽക്കുവാൻ ആവശ്യമായ മാനസാന്തരത്തെ കേൾവിക്കാരിൽ ഓരോരുത്തരും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിന് തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും പരിശുദ്ധാത്മാവിനെ അവർ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിന്, നഷ്ടപ്പെട്ടു പോകാതെ അത് സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിന് വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.